ഇപ്പോൾ പാലക്കാട് RSS നേതാവിന്റെ പേരിൽ നൈപുണ്യ വികസന കേന്ദ്രത്തിന് RSS നേതാവിന്റെ പേരിട്ട് തറക്കല്ലിടൽ നടത്തിയതിന് എതിരെ യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും പ്രതിഷേധം നടത്തിയിരുന്നു. വലിയ രീതിയിലുള്ള ഒരു സംഘർഷ സാധ്യത അവിടെ നിലനിന്നിരുന്നു. നഗരസഭ ചെയർപേഴ്സൺ ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടിയുടെ ശിലാഫലകങ്ങൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നശിപ്പിച്ചിരുന്നു. തറക്കല്ലിട്ടൽ നടത്തിയ സ്ഥലത്ത് വാഴ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധിച്ചിരിക്കുന്നു. ഇപ്പോൾ അതിനിടയിൽ വീണ്ടും ആ പ്രദേശത്ത് സംഘർഷം ഉണ്ടായിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പാലക്കാട്. നഗരസഭാ കൗൺസിലിൽ ഉൾപ്പെടെ ഇക്കാര്യം, അതായത് RSSന്റെ സ്ഥാപക നേതാവായിട്ടുള്ള KB ഹെഡ്ഗേവാറിന്റെ പേര് നൈപുണ്യ വികസന കേന്ദ്രത്തിന് നൽകുന്നത് പാലക്കാട് നഗരസഭാ കൗൺസിലിൽ ഉൾപ്പെടെ വെച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ അറിയിക്കുന്നത്. കൗൺസിലർമാർ, മറ്റു പാർട്ടികളുടെ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് പ്രതിഷേധിക്കുന്നത്. പോലീസുമായി ഉന്തും തള്ളും. നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാരോട് രാഷ്ട്രീയ അജണ്ടയാണ്, തികച്ചും BJPയുടെ രാഷ്ട്രീയ അജണ്ടയാണ്. RSSന്റെ സ്ഥാപക നേതാവിന്റെ പേര് വെക്കാൻ വേണ്ടി ഒരു സ്ഥാപനം ഉണ്ടാക്കുകയാണ് ഇവര്. ഞങ്ങൾ ഒരു കാരണവശാലും ഇതിനെ അംഗീകരിക്കില്ല. കാരണം മുനിസിപ്പൽ കൗൺസിൽ ഇത് അംഗീകരിച്ചിട്ടില്ല, വെച്ചിട്ടില്ല. അതുപോലെ തന്നെ ഒരു ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യം ഈ പ്രദേശത്തില്ല. ഞങ്ങൾ ഒരു കാരണവശാലും ഈ പേരിൽ ഈ പദ്ധതി വരാൻ ഞങ്ങൾ അനുവദിക്കില്ല. ജീവത്യാഗം ചെയ്ത ഒരുപാട് ആളുകളുണ്ട്, അവരുടെ പേര് വെക്കട്ടെ. ഇവർ RSS നേതാവിന്റെ പേര് എന്തിനു വെക്കണോ? ഞങ്ങൾ ഭിന്നശേഷിക്കാർക്കല്ല ഇവര്. ഈ കൗൺസിലർ പോലും അറിയാതെ, കൗൺസിലിൽ പോലും വെക്കാത്ത പേരാണ്. സെക്രട്ടറി ഇല്ല, ME ഇല്ല, AX ഇല്ല, AE ഇല്ല. എങ്ങനെ പരിപാടി നടത്താം? അതിന് പോലീസുകാർ സപ്പോർട്ട്. RSS ഒരു കാരണവശാലും ഈ പേര് അനുവദിക്കില്ല എന്നുള്ളതാണ്. അനുവദിക്കില്ല. ഇത് BJPയുടെ ഒരു പരിപാടിയാണ് നടത്തിയിരിക്കുന്നത്. ഒരു മുനിസിപ്പാലിറ്റി ഒരു ഉദ്യോഗസ്ഥന്മാരോട് പങ്കെടുക്കണമെന്ന് നോക്കൂ. ഈ പരിപാടിയാണ് എതിർക്കേണ്ടത്. ഇവർ തികച്ചും രാഷ്ട്രീയം കളിക്കാണ് ഇവിടെ. പ്രതിഷേധം അറിയിക്കാനുള്ള അർഹത എല്ലാവർക്കും ഉണ്ട്. മിനിൽ, വലിയ പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത്. നേരത്തെ കോൺഗ്രസ് ഇപ്പോൾ രണ്ടാം വട്ടമാണ് ഈ പ്രതിഷേധം നടത്തുന്നത്. നേരത്തെ തുടക്കത്തിൽ ഇവിടെ തറക്കല്ലിടുന്ന സമയത്ത് കോൺഗ്രസ് പ്രവർത്തകർ വന്ന് കോൺഗ്രസ് പ്രവർത്തകരായ കൗൺസിലർമാരും യൂത്ത് കോൺഗ്രസും എല്ലാം തന്നെ വന്ന് തറക്കല്ലിടുന്ന സ്ഥലത്ത് ആ കല്ല് എടുത്തു വരികയും പിന്നീട് ഇവിടെ വാഴ വെക്കുകയും ചെയ്തിരുന്നു. തൊട്ട് പിന്നാലെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധമെത്തി. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റും എല്ലാം ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. അവിടെ ആ ശിലാഫലകം ഉൾപ്പെടെ അവർ എറിഞ്ഞു തകർക്കുന്ന സാഹചര്യമുണ്ടായി. ശിലാഫലകവും വേദിയിലുണ്ടായിരുന്ന ബാനറും എല്ലാം ഡിവൈഎഫ്ഐ പ്രവർത്തകർ എറിഞ്ഞു, നശിപ്പിച്ചു. ഒരു കാരണവശാലും RSS നേതാവ് KB ഹെഡ്വാറിന്റെ പേര് ഇടാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. അതിന് കാരണമായി പറയുന്നത് അദ്ദേഹം ഒരു ജനപ്രതിനിധിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്ര സേവനം നടത്തിയതായോ അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ഈ ഒരു പേരിടൽ ഈ നൈപുണ്യ വികസന കേന്ദ്രത്തിന്, ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഈ പേരിടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകരെ, കോൺഗ്രസ് കൗൺസിലർമാരെ, യൂത്ത് കോൺഗ്രസ് നേതാക്കളെയെല്ലാം ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അതോടൊപ്പം തന്നെ വേദിയിൽ ഇവിടെ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉദ്ഘാടനം നടത്തിക്കൊണ്ടിരിക്കുന്നു. വൈസ് ചെയർമാനായ കൃഷ്ണദാസ് അദ്ദേഹം അധ്യക്ഷ പ്രസംഗം നടത്തുന്ന സമയത്താണ് യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇവിടെ സമരവുമായി വന്നിട്ടുള്ളത്. അപ്പോൾ വലിയ പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഈ തറക്കല്ലിട്ട സ്ഥലത്ത് അവിടെ വാഴ വെച്ച് പ്രതിഷേധം നടത്തിയിരിക്കുന്നു. ഇത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇത്തരത്തിൽ തറക്കല്ലിട്ട സ്ഥലത്ത് കല്ലെടുത്ത് മാറ്റി ഈ വാഴ വെച്ച് പ്രതിഷേധം നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ശിലാഫലകമെല്ലാം തന്നെ പൂർണ്ണമായും എറിഞ്ഞ് തകർക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് നേരത്തെ വേദിയിലേക്ക് കയറി വന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നേരെ വേദിയിലേക്ക് കയറുകയും ഇവിടെ ഉണ്ടായിരുന്ന ശിലാഫലകം എറിഞ്ഞ് തകർക്കുകയും വേദിയിലെ ബാനർ വലിച്ചു മാറ്റുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഇപ്പോൾ ഇതിന്റെ ഉദ്ഘാടനം നടക്കുകയാണ്. എന്തായാലും പ്രതിഷേധത്തിനിടയിലും ഇത്തരത്തിൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നതാണ് പറയുന്നത്. നഗരസഭയുടെ സ്ഥലത്ത് ഇത് CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അതിന് ഈ നൈപുണ്യ വികസന കേന്ദ്രത്തിന് KB ഹെഗ്ഡേവാറിന്റെ പേര് നൽകുന്നു എന്നത് മാത്രമാണ് പറയുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നു. ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും കോൺഗ്രസിന്റെ
കൗൺസിലർമാരും എല്ലാം തന്നെ പ്രതിഷേധം നടത്തുന്നു. ആ പ്രതിഷേധത്തിനിടയിൽ തന്നെ ഇതിന്റെ ശിലാസ്ഥാപന ഉദ്ഘാടന ചടങ്ങും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നഗരസഭയുടെ ഓൺ ഫണ്ട് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന പ്രസാദ്, ഇപ്പോൾ നഗരസഭ ചെയർപേഴ്സൺ ഇപ്പോൾ അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് തോന്നുന്നു. അവർക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. കൗൺസിലെ കാണാത്ത കൗൺസിലർമാരുണ്ട്, അവരാണ് ഈ കാര്യം ചെയ്യുന്നത്. കൗൺസിലിനെ വരില്ല, പക്ഷെ ബോർഡ് നാട് നിറച്ച് ബോർഡ് വെച്ചിരിക്കുക. കാരണം കൗൺസിലില് 2 കൗൺസിലിൽ വന്ന 3ാമത്തെ കൗൺസിലിൽ വന്നില്ലെങ്കിൽ സ്ഥാനം പോകുന്നുള്ളതിലേക്ക് ഒന്ന് ഒപ്പിടാൻ വേണ്ടി വന്നിട്ട് പോകുന്ന ആൾക്കാരാണ്. പാലക്കാട് നഗരസഭ ഇന്ന് BMPC റോഡുകൾ പാലക്കാട് നഗരസഭയിൽ സൃഷ്ടിച്ചപ്പോൾ ബോർഡ് വെക്കാൻ തയ്യാറായത്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാവരും പിതൃത്വം ഏറ്റെടുക്കാൻ മാത്രമേ ഉള്ളൂ. ഒരു കാര്യത്തിലും നഗരസഭയിലില്ല. നഗരസഭ മുന്നോട്ട് പോകുന്നതിന്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയണ്ടേ, കുശുമ്പ എന്ന് തന്നെ പറയാം. നല്ല രീതിയിൽ പോകുന്ന ഒരു നഗരസഭയെ താറടിച്ച് കാണിക്കുക എന്നുള്ളതാണ് ഇന്ന് ഇവിടെ കാണിച്ച UDF-ന്റെയും LDF-ന്റെയും പ്രവർത്തകർ. ഇത് കണ്ടൊന്നും എൻ്റെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാതാപിതാക്കൾ പേടിക്കേണ്ട. ഈ ഒരു സ്ഥാപനം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പാലക്കാട് നഗരസഭ സ്ഥാപിച്ചു തരും എന്നുള്ള ഉറപ്പോടുകൂടെ ഇന്ന് ഔപചാരികമായി ഉദ്ഘാടനത്തിനായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, ഹെഡ്ഗേവാറിന്റെ പേരിൽ തന്നെ നൈപുണ്യ വികസന കേന്ദ്രം ആരംഭിക്കും. അത് രാഷ്ട്രീയ പ്രഹേളിക മാത്രമാണ് ഇപ്പോൾ LDF-ന്റെയും UDF-ന്റെയും കൗൺസിലർമാരുടെയും യുവജന സംഘടനകളുടെയും നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നഗരസഭ അധ്യക്ഷ പ്രമീള വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വലിയ രീതിയിലുള്ള സംഘർഷമാണ് പാലക്കാട് നഗരസഭയുടെ സ്ഥലത്ത്. പാലക്കാട് നഗരസഭ BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭ സ്ഥാപിക്കുന്ന ഭിന്നശേഷിക്കാരായിട്ടുള്ള നൈപുണ്യ വികസന കേന്ദ്രത്തിന് RSS നേതാവിന്റെ പേരിടുന്നതിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വളരെ വിശദമായ വിവരങ്ങൾ പാലക്കാട് നൽകി.